ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂലൈ 7 ഞായർ വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മാത്രമല്ല, ഞാൻ സൂചിപ്പിച്ചായിരുന്നു, ഇനി മുതലുള്ള ഞായറാഴ്ചകളിൽ നമ്മൾ കഴിവതും 4 വായനകളിലെ ഞായറാഴ്ചത്തെ 4 വായനകളിലൂടെ യാത്ര ചെയ്ത് അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ത്രെഡ്, നേരത്തെ നമ്മൾ മെൽസായിൽ ചെയ്തിരുന്ന കാര്യം, ആ ത്രെഡ് കണ്ടെത്തി പറയാൻ ശ്രമിക്കും. ഇന്നത്തതിനകത്ത് അത് വളരെ എളുപ്പമാണ്, വളരെ എവിഡൻ്റ് ആണ്. നമ്മൾ ആ 4 വായനകളിലേക്ക് പ്രവേശിക്കും. ഒപ്പം തന്നെ ആ കണക്ട് ചെയ്യുന്ന ആ ലിങ്ക് കണ്ടെത്തി നമ്മുടെ ധ്യാനമാക്കുകയും ചെയ്യും. അതിന് മുമ്പ് ഇന്നൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് കൈത്താക്കാലം, പുതിയ കാലം ആരംഭിക്കുകയാണ്. കൈത്താക്കാലം നമുക്കറിയാം. ആരാധനാ വത്സര കാലങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ആണ്ടുവട്ടത്തിലെ ഒരു വർഷം മുഴുവൻ നമ്മളിങ്ങനെ കർത്താവ് തമ്പുരാൻ്റെ ജീവിതവുമായും അവൻ തുടർച്ചയായ സഭയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ധ്യാനപൂർവം യാത്ര ചെയ്യുന്നതാണ് ആരാധനാ വത്സരം. മിശിഹ രഹസ്യങ്ങളെ, സഭയുടെ ജീവിതത്തെ ഒരു വർഷം മുഴുവനേക്കും ധ്യാന വിഷയമാക്കി നൽകുന്നതാണ്. എത്ര കാലങ്ങളുണ്ട് ആരാധനാ വത്സര കാലത്ത്? എത്ര കാലങ്ങളുണ്ട്? 8, 9 എന്ന് ഇങ്ങനെ വേരി ചെയ്ത് പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനായിട്ട് പറഞ്ഞു തരാം. ഇന്നത്തെ ഹോംവർക്ക് അതാണ്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, കുറേ പേർക്ക് എനിക്കറിയാം, എന്നെ ഫോളോ ചെയ്യുന്ന, എന്നിൽ നിന്നും അല്ലാതെയും പഠിച്ച ഒത്തിരി പേരുണ്ട്, ആരാധനാ വത്സര കാലങ്ങൾ പഠിച്ചവർ. എന്നാൽ ഒന്നുകൂടൊന്ന് മനസ്സിരുത്തി പഠിക്കുക, അതൊന്ന് മെമ്മറൈസ് ചെയ്യുക. എന്നിട്ട് ഞാൻ ടാസ്ക് തരുന്നത്, കമൻറ്റിൽ ആരാധനാ വത്സര കാലങ്ങൾ പഠിച്ചു, ലേൺഡ് എന്നൊന്ന് കമൻറ്റ് ഇടുമ്പോൾ അതൊരു ഏറ്റുപറച്ചിലാണ്, ടെസ്റ്റിമണിയാണ്, സാക്ഷ്യമാണ്. നമുക്കിപ്പോൾ ശ്രമിക്കാം. ഒന്നാമത്തെ കാലം മംഗളവാർത്താ കാലം. രണ്ടാമത്തത് പിറവിക്കാലം എന്ന് പറയേണ്ട കാര്യമില്ല, കാരണം മംഗളവാർത്തയിൽ തന്നെ പിറവി സംഭവിക്കുകയാണ്. അറിയിച്ചപ്പോൾ തന്നെ ഈശോ ഉരുവായി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് പിറവിക്കാലം നമ്മൾ പ്രാക്ടിക്കലി അങ്ങനെ ഒരു പിറവിക്കാലം ക്രിസ്മസിന് ശേഷം 2 ആഴ്ചത്തേക്ക് വെക്കുന്നതേ ഉള്ളൂ. പക്ഷേ 1-2 ആഴ്ചത്തേക്ക് മംഗളവാർത്താക്കാലം എന്നുള്ള ഒറ്റക്കാലം പറഞ്ഞാൽ മതി. മംഗളവാർത്താക്കാലം. അടുത്തത് ധനഹാക്കാലം, ഈശോയുടെ മാമോദീസായും പരസ്യ ജീവിതവും. മൂന്നാമത്തത് നോമ്പ് കാലം, ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും. നാലാമത്തത് ഉയർപ്പ് കാലം. അപ്പം 4 കാലങ്ങൾ കഴിഞ്ഞു. ഇത് 4 ഈശോയുടെ ജീവിതമാണ്. ഏതൊക്കെയാണ്? മംഗളവാർത്താക്കാലം, ധനഹാക്കാലം, നോമ്പ് കാലം, ഉയർപ്പ് കാലം. അതിനുശേഷം പെന്തക്കോസ്തായും ശ്ലീഹന്മാരുടെ സുവിശേഷ പ്രഘോഷണവും. ഏത് കാലം? ശ്ലീഹാക്കാലം. അടുത്തത് 6-മത്തത് കൈത്താക്കാലം പ്രഘോഷിച്ച സുവിശേഷത്തിൻ്റെ വിളവെടുക്കുന്ന കാലമാണ്. കൈത്ത എന്ന വാക്കിൻ്റെ അർത്ഥം വേനൽ, വിളവെടുപ്പ് എന്നൊക്കെയാണ്. അപ്പോൾ വിളവെടുപ്പ് കാലം. അടുത്തത് ഏലിയ, സ്ലീവ, മൂശ കാലങ്ങൾ. സ്ലീവ വിജയം വരിക്കുകയാണ്, ഈശോയുടെ 2ാം വരവ് സൂചിപ്പിക്കുകയാണ്. ഏലിയ, സ്ലീവ, മൂശ കാലം. ഒടുവിലെത്തത് 8-മത്തത് പള്ളിക്കൂദാശക്കാലം. സഭയെ, തൻ്റെ മണവാട്ടിയായ സഭയെ വിശുദ്ധിയോടെ ഈശോ പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന കാലം പള്ളിക്കൂദാശക്കാലം. അപ്പോൾ ഈ 8 കാലങ്ങൾ പഠിച്ച്, ചിലത് പറയുമ്പോൾ പിറവിക്കാലം വരും, ചിലത് പഠിപ്പിക്കുമ്പോൾ ഏലിയ, സ്ലീവ, മൂശ കാലങ്ങൾ 2 കാലമായിട്ട് ഏലിയ സ്ലീവ കാലമെന്നും മൂശ കാലമെന്നും സെപ്പറേറ്റ് ചെയ്ത് പറയും. ഞാനിത് ഒരു രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. ഇത് പഠിക്കാൻ എളുപ്പത്തിന് 8 കാലമായിട്ട്, ഈശോയുടെ ജീവിതം 4 കാലങ്ങളായിട്ട്, അതിനുശേഷമുള്ള സഭയുടെ ജീവിതം 4 കാലങ്ങളായിട്ട് പഠിപ്പിച്ചതാണ്. ഇത് പഠിക്കുക, മനസ്സിരുത്തി മനസ്സിലാക്കുക, എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ കമൻ്റ് ഇടുകയും ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ വായനകളിലേക്ക് വരാം. ഈ ഞായറാഴ്ചയോടുള്ള കൈത്താക്കാലത്തിൻ്റെ 1-മത്തെ ഞായറാഴ്ച ഇതൊരു തിരുനാളാണ്. 12 സ്ലീഹന്മാരുടെ തിരുനാളെന്നാണ്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്ലീഹാക്കാലത്ത് ശിഷ്യന്മാർ വിതച്ചത് കൊയ്തെടുക്കുന്ന വിളവെടുപ്പിൻ്റെ കാലമാണ് കൈത്താക്കാലം. അപ്പോൾ 12 സ്ലീഹന്മാരെ അനുസ്മരിക്കുന്നു. കൈത്താക്കാലത്തിലെ വെള്ളിയാഴ്ചകളിലൊക്കെ ഈശോയ്ക്ക് വേണ്ടി വിശുദ്ധിയോടെ ജീവിച്ച, രക്തസാക്ഷിത്വം വരിച്ചവരെയൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകും. 4 വായനകളിലേക്ക് പ്രവേശിക്കാം. 1-മത്തെ വായന ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. യാക്കോബിൻ്റെ 12 മക്കളെ, ഇസ്രായേലിൻ്റെ 12 മക്കളെ, 12 ഗോത്രങ്ങളെ സൂചിപ്പിക്കുകയാണ്. 12 അവിടുന്ന് ആരംഭിക്കുകയാണ്, ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾ. 2-മത്തെ വായന ജോഷുവയുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ഈ കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ ജോഷുവ ചെയ്യുന്നത്, ഇസ്രായേലിൻ്റെ 12 ശ്രേഷ്ഠന്മാരെ തിരഞ്ഞെടുത്തിട്ട് അവരോട് ആവശ്യപ്പെടുന്നു, 12 കല്ല് ചുമന്നെടുത്തുകൊണ്ട് വന്ന് ഇവിടെ പ്രതിഷ്ഠിക്കുക. എന്താണത്? അതൊരു ഓർമ്മയാണ്. 12 വീണ്ടും. ഇനി വെളിപാട് പുസ്തകം നിങ്ങൾ വായിക്കാൻ നല്ലതാണ്. 21-ാമത്തെ അധ്യായം 21-ാം അധ്യായം 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് സ്വർഗീയ ജെറുസലേമിനെ വർണ്ണിക്കുകയാണ്. സ്വർഗീയ ജെറുസലേമിൻ്റെ മതിലിൽ 12 ഗോത്രങ്ങളുടെ പേരുകൾ
എന്നിട്ടോ അതിൻ്റെ അടിത്തറയിലെ കല്ലിന്മേൽ 12 കുഞ്ഞാടിൻ്റെ 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ യോഹന്നാൻ കാണുന്നു. ഇനിയാണ് സുവിശേഷത്തിലേക്ക് വരുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഈശോയുടെ 12 ശിഷ്യന്മാരെ നമ്മൾ കാണുന്നു. അപ്പോൾ ഇന്നത്തെ 4 വായനകളിൽ കോമൺ ആയിട്ട് വരുന്ന ഇതെന്താണെന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ്, നമുക്കൊക്കെ ക്ലിയർ ആണത്. ഏതാണത്? 12 ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾ, ഇസ്രായേലിൻ്റെ 12 ശ്രേഷ്ഠന്മാർ 12 കല്ലുകൾ സ്ഥാപിക്കുന്നു. ഇവിടെ വെളിപാട് പുസ്തകത്തിൽ 12 ഗോത്രങ്ങളുടെ പേരുകൾ, ഒപ്പം 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ. സുവിശേഷത്തിൽ 12 അപ്പസ്തോലന്മാരുടെ പേര് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. ഒപ്പം ഈശോ അവരെ ഈ വേല, സുവിശേഷ വേല ഭരമേൽപ്പിച്ച് അയക്കുന്ന ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഇത് 2 കാര്യങ്ങൾ മാത്രം നമുക്ക് ഇന്നത്തെ ധ്യാന വിഷയമാക്കാം. ഇന്ന് 4 വായനകളൊക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്ത് കൈത്താക്കാലം കൂടെ ഒക്കെ പറഞ്ഞാൽ അല്പം സമയം എടുത്തില്ലേ? അതുകൊണ്ട് 2 ചെറിയ ചിന്തകൾ എന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇവരെ ഈ ദൗത്യം ഭരമേൽപ്പിച്ചു വിടുമ്പോൾ ഈശോ പറയുന്ന കാര്യം, ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ, നഷ്ടപ്പെട്ടു പോയതിനെ തേടിയെടുക്കുവിൻ. അതായത് ഈശോ പറയുന്നത്, നിങ്ങളിപ്പോൾ വിജാതിയരുടെ അടുത്തോട്ട് പോകണ്ട, സമരിയക്കാരുടെ അടുത്തേക്ക് പോകണ്ട, പിന്നെന്താണ്? നഷ്ടപ്പെട്ടു പോയ ആടുകളെ വീണ്ടെടുക്കുവിൻ. ശരിക്കും നമ്മളും നമ്മുടെ സുവിശേഷ വേല, കർത്താവിൻ്റെ വഴിയെ നടക്കുന്ന ആ ജീവിതം ആരംഭിക്കേണ്ടത് പുതുപുത്തൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല. നമുക്കുമൊക്കെ അത്തരമൊരു പ്രലോഭനമുണ്ട്. ചേട്ടാ ഇപ്പം തന്നെ പോയി അടിപൊളി, അത് വെറൈറ്റി, ആ പ്രാർത്ഥനാ ശൈലി വെറൈറ്റി, ഈ സംഭവം വെറൈറ്റി, അവിടെ പോയുള്ള പ്രസംഗം വെറൈറ്റി എന്നൊക്കെ പറഞ്ഞ് പുത്തൻ കാര്യങ്ങളുടെ പുറകെ പോകാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ട്. അതാണ് ശിഷ്യന്മാർക്ക്, അവർക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, വിജാതിയരുടെ അടുത്തോട്ട് പോകാം, സമരിയക്കാരുടെ അടുത്തോട്ട് പോകാം. അപ്പോൾ ഈശോ പറഞ്ഞു, പോകണ്ട, നിങ്ങളെന്താ ചെയ്യേണ്ടത്? നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുവിൻ. ശരിക്കും നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാക്ടിക്കലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നഷ്ടപ്പെട്ടു പോയ നന്മകളെ, നമ്മളിൽ തന്നെ പുതിയ നന്മകളെ തേടിപ്പോകാൻ വരട്ടെ. നമ്മുടെ ഭാഗമായിരുന്ന എന്നാൽ നഷ്ടപ്പെട്ടു പോയ നന്മകൾ ഒത്തിരിയില്ലേ നമ്മുടെ ജീവിതത്തിൽ, അതിനെ ആദ്യം വീണ്ടെടുക്കുക. പുതിയ സൗഹൃദങ്ങളും പുതിയ ബന്ധങ്ങളും തേടിപ്പോകാൻ വരട്ടെ. നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളും ഒക്കെ ഇല്ലായിരുന്നോ, അതിൻ്റെ മുറിവുണക്ക്. അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുന്നത് പ്രധാനപ്പെട്ടതാണ്. 2-ാമത്തത്, നിങ്ങൾക്ക് ദാനമായി കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ. അതായത് ഇത്തരം ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ എന്ത് നന്മയും, നമ്മൾ ചെയ്യുന്ന എന്ത് നന്മയാകട്ടെ, അതായത് നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരം ചെയ്യുന്നു, ഒരു പഠനത്തിന് സഹായിക്കുന്നു, വീടില്ലാത്തവന് വീട് വെച്ച് കൊടുക്കാൻ എന്തെങ്കിലും നമ്മളെ കൊണ്ടാകുന്നത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ വാഹനം, അല്ലെങ്കിൽ എന്ത് രീതിയിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന സഹായങ്ങളെയൊക്കെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് അറിയാമോ? ഈ ഒറ്റ വാക്യത്തിൽ മനസ്സിലാക്കിയാൽ കുറേ കൂടെ അതിനൊരു ഭംഗിയുണ്ടാകും. നിങ്ങൾക്ക് ദാനമായി കിട്ടി ദാനമായി കൊടുക്കുകയും. ചിലപ്പോൾ നമ്മളോട് ആൾക്കാർ ചോദിക്കും, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? ഉത്തരം സിമ്പിളാണ്. ഈ ഒറ്റ സെൻറ്റൻസ് പറഞ്ഞാൽ മതി. ദാനമായി എനിക്ക് കിട്ടി, ഞാൻ ദാനമായി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും ഒന്നിൻ്റെ ഉടയവൻ നമ്മളല്ല. നമ്മളിലെ നന്മകളുടെ ഒന്നും ഉടയവൻ നമ്മളല്ല, മറിച്ച് കർത്താവ് ദാനമായിട്ട്, ഗിഫ്റ്റായിട്ട് എൻ്റെ മേൽ ചൊരിഞ്ഞത് എന്നിലൂടെ വീണ്ടും ഗിഫ്റ്റായിട്ട് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ നന്മ ചെയ്ത് നമ്മൾ മടുക്കില്ല. കാരണം എന്താ? അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒഴുക്ക് ജസ്റ്റ് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് അങ്ങോട്ട് വിടുന്നേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഇന്നത്തെ 2 ചിന്തകളെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണേ. ഇന്ന് നമ്മൾ ചിന്തിച്ച 1-ാമത്തെ കാര്യം, നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുക. ശരിക്കും നമ്മുടെയൊക്കെ ഉള്ളിലൊരു വിങ്ങൽ പോലത്തെ നഷ്ടങ്ങൾ കിടപ്പുണ്ട്. ആ നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുന്ന ഒരു ആത്മീയ ശൈലി നമ്മൾ പഠിച്ചെടുക്കണം. 2-ാമത്തെ ചിന്ത നമ്മൾ മനസ്സിലാക്കിയത്, എല്ലാ ശുശ്രൂഷകളെയും, നമ്മൾ ചെയ്യുന്ന എത്ര വലിയ കാര്യമെന്നുള്ള വിചാരം നമുക്കുണ്ടായാലും, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ, നമ്മൾ ചെയ്യുന്ന ചാരിറ്റി എന്തോ വലിയ മെച്ചമാണെന്നുള്ള തോന്നലുണ്ടായാലും, എല്ലാത്തിനും ഡിഫൈൻ ചെയ്യേണ്ടത് ഒരൊറ്റ വാക്യത്തിൽ, ദാനമായി കിട്ടി ദാനമായി കൊടുക്കുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായേ, ഞങ്ങൾക്ക് ലഭിച്ച നന്മകളുടെ പങ്ക് മറ്റുള്ളവരിലേക്ക് ഞങ്ങൾ ദാനമായി സ്വീകരിച്ചവർ ദാനമായി തന്നെ ഒഴുക്കുന്ന ഒരു ശൈലി ഞങ്ങൾ പഠിച്ചെടുക്കാൻ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.